ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് വിശേഷങ്ങളും പ്രീ മാർക്കറ്റ് സെഷൻസിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് നടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് പോസിറ്റീവാണ്. ഇന്നലത്തെ S&P 500 നാസ്ഡാക്ക് ക്ലോസിംഗ് പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സും നിലവിൽ പോസിറ്റീവ് ക്ലോസിങ്ങിലാണ് ട്രേഡ് ചെയ്ത് അവസാനിപ്പിച്ചത്. ബട്ട് ഒരു ഇവൻ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. US മിലിറ്ററി സേസ് ഇറ്റ് കണ്ടക്റ്റഡ് സ്ട്രൈക്സ് ഇൻ സദേൺ ഇറാൻ ടാർഗറ്റിംഗ് വെസൽസ് ആൻഡ് മിസൈൽ ലോഞ്ച് സൈറ്റ്സ്. അപ്പോൾ US ഇറാൻ പീസ് ഡീൽ വീണ്ടും ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ന്യൂസിലുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും വാറിൻ്റെ അലയൊലികൾ മാർക്കറ്റിനെ ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ അവർ ഗ്യാപ്പ് അപ്പ് കണ്ട് നമ്മളാരും കൊതിച്ചിട്ടില്ല. അതായത് മാമ്പൂ കൊണ്ടും ഗ്യാപ്പ് അപ്പ് കണ്ടും കൊതിക്കരുതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ട് തന്നെയാണ് ട്രേഡുകൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 72 പോയിന്റ്സ് ഡൗൺ ആണ്. അതായത് ആ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്കും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് നമുക്കും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് നോക്കാം. നിക്കി നോക്കുകയാണെങ്കിൽ 358 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. സ്ട്രേറ്റ് ടൈംസ് 10 പോയിന്റ്സ് ഡൗണിലാണ് നിൽക്കുന്നത്. ഹാങ്സങ് 72 പോയിന്റ്സ് ഡൗൺസിലാണ് നിൽക്കുന്നത്. തായ്വാൻ വെയിറ്റഡ് പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. 67-70 പോയിന്റ്സ് ഡൗൺ സൈഡായി നിൽക്കുകയാണ്. സോ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്നലത്തെ ഡേ ചാർട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഒരു ചെറിയ റെസിസ്റ്റൻസ് ലെവലിൻ്റെ അപ്സൈഡ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 15 മിനിറ്റ് ചാർട്ട് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ചാർട്ടിൽ പ്രധാനപ്പെട്ട ഒരു സപ്ലൈ കടന്നു മാർക്കറ്റ് സ്ട്രക്ചറലി ഒരു ഹയർ സൈഡ് മൂവ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിനി എന്ത് പ്രതീക്ഷിക്കാം? ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ തന്നെ നമുക്കിനി പ്രതീക്ഷിക്കാവുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത ആ ഒരു ഏരിയ 23,992 എന്നുള്ള ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ മൈനർ കൺസോളിഡേഷൻ സോണും നമുക്കൊന്ന് നമ്മുടെ ഒരു ഫോക്കസിൽ വയ്ക്കാം. എന്തായാലും താഴെ ഫുള്ള് ഡിമാൻഡ് ഏരിയാസ് ആണ് മാർക്കറ്റിലുള്ളത്. ഒരു ഡൗൺ സൈഡ് വന്നാലും മാർക്കറ്റ് ഈ ഒരു ഏരിയാസിൽ ഹോൾഡ് ചെയ്യുമോ ഇല്ലയെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതെല്ലാം ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള സോണാണ്. കാര്യം ഇവിടെ സ്ട്രക്ചറലി അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്ലേ ചെയ്ത് കയറിയ ഏരിയയാണ്. ഇപ്പോൾ ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ടാക്കിയാണ് മാർക്കറ്റ് പോയത്. സോ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത ശേഷം മാർക്കറ്റ് ഇന്നത്തെ ആ ഒരു ഗ്യാപ് ഡൗൺ ഇമ്പാക്റ്റ് മാർക്കറ്റ് അബ്സോർബ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിഫ്റ്റി അങ്ങനെ കിടക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ലെവൽസ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ശ്രദ്ധിക്കുന്ന ലെവൽസ് അപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റഡി പർപ്പസിന് വേണ്ടി പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ ONGC റിസൾട്ട് വരുന്നുണ്ട്, സൈമൻസ് റിസൾട്ട് വരുന്നുണ്ട്, ഫസ്റ്റ് ക്രൈ റിസൾട്ട് വരുന്നുണ്ട്, ആസ്ട്രാസെനിക്ക, കരാരോ ഇന്ത്യ, EIH, ഫിനോലെക്സ്, ഗാന്ധാർ ഓയിൽ റിഫൈനറി, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IRCTC, JK ടയർ, അപ്പിജയ്, സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ്, പ്രോക്ടർ ആൻഡ് ഗാംബർ ഹെൽത്ത്, സെങ്കോ ഗോൾഡ്. ഇതാണ് റിസൾട്ട് വരുന്നത്. ക്വാർട്ടർലി ഏർണിംഗ്സ് വന്ന കമ്പനികളിൽ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റ് ഫോളോ ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. അമരരാജ ബാറ്ററിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അത് 161 കോടിയിൽ നിന്ന് 314 കോടി, ഏകദേശം ഡബിൾ 100% ആയിട്ടുണ്ടായിരുന്നു. അതൊരു പോസിറ്റീവാണ്. റവന്യൂ ഗ്രോത്ത് ഉണ്ട്. എക്സെപ്ഷണൽ ഗെയിം സ്റ്റാൻഡ്സ് 181 crores. ഓക്കെ, പൈൻ ലാബ്സിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ചെന്നാണ് നിൽക്കുന്നത്. മീൻസ് ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ട്. റവന്യൂ സോഴ്സ് 17%. പിന്നെ ഹിറ്റാച്ചി എനർജി, അതാണ് ഉള്ളതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം. 183.9 crores നിന്ന് 330 കോടിയിലേക്ക് പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട്. റവന്യൂ ഗ്രോത്തും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സുപ്രജിത്ത് എഞ്ചിനീയറിംഗിന്റെയും റിസൾട്ട് നല്ല റിസൾട്ടാണ്. 27 കോടിയിൽ നിന്നും 71 കോടിയിലേക്ക് മാറിയിരിക്കുകയാണ്. മാൻ ഇൻഡസ്ട്രീസിന് കുറച്ച് നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട്. 68 കോടിയിൽ നിന്ന് 50 കോടിയിലേക്ക് വന്നിട്ടുണ്ട്. റവന്യൂ ഓൾസോ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. റെയിൽ വികാസ് നിഗത്തിനാണെങ്കിൽ 455 കോടിയിൽ നിന്നും പ്രോഫിറ്റ് ഡൗൺ സൈഡ് വന്ന് 187 crores എത്തി. ബട്ട് റവന്യൂ റൈസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, BEL ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 608 കോടിയുടെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. എക്സ്ട്രാ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അഡീഷണൽ ഓർഡേഴ്സ്. അത് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ്, റഡാർ സിസ്റ്റം, ജാമർ, ടാങ്ക്, ലേസർ ബേസ്ഡ് ഫ്യൂസസ് തുടങ്ങിയവയ്ക്ക് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ന്യൂസസ് ഉള്ളത്. പിന്നെ NLC ഇന്ത്യ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. പിന്നെ കമ്പനി പുതിയൊരു ലെമൺ ട്രീ ഹോട്ടൽ കുംഭകോണത്ത് തുടങ്ങാനായിട്ട് ലെമൺ ട്രീ ഹോട്ടൽസ് തീരുമാനിച്ചായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ന്യൂസസ് പോസിറ്റീവ്ലി മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫോക്കസിലുള്ള സ്റ്റോക്സിൽ നിന്നും ഇപ്പം എയറോഫ്ലെക്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ
നമ്മൾ യൂട്യൂബ് ചാനലിൽ വീക്ക്ലി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ്. എയറോഫ്ലെക്സ് ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എൻ്റെ എൻട്രി പോയിന്റ് 397 ആണ്. ഇപ്പോൾ 414 നിൽക്കുന്നുണ്ട് എയറോഫ്ലെക്സ്. അപ്പോൾ നല്ലൊരു ഇതായിട്ട് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ E2E നെറ്റ്വർക്ക്സ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിന്ന് ഇന്നെങ്കിലും ഒന്ന് ഫുൾ ടോട്ടൽ പ്രോഫിറ്റ് അടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ പ്രോഫിറ്റ് ടോട്ടലി മാർക്കറ്റ് എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് ഹോൾഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റോക്സ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തായിരിക്കും കാര്യങ്ങളെന്ന്. ഓക്കെ, സോ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ മെസ്സേജ് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഇതുണ്ട്, ലിങ്ക് ഉണ്ട് അവിടെ. അപ്പോൾ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ടെലിഗ്രാം ചാനലിലേക്കുള്ള ലിങ്കും പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ, സോ താങ്ക് യു.